പലരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ടും ഭക്തി കൊണ്ടും നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സംസ്കാരങ്ങളിൽ നിന്നും വന്ന മനുഷ്യരെല്ലാം ആ നിമിഷത്തിൽ കൈലാസനാഥന്റെ തണലിൽ ഒന്നായി മാറിയിരുന്നു എന്ന് പറയാം. ആ യാത്രക്കിടയിൽ നമസ്കാര പ്രദർശനം നടത്തി പോകുന്ന ടിബറ്റൻ ഭക്തരെ കണ്ടപ്പോൾ അവരൊക്കെ ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരു അർപ്പണ ബോധം കാണുമ്പോൾ നമ്മളിൽ പലരും ആ ഭഗവാനിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ച യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു അനുഭവം പറയേണ്ടതാണ്. ഞാൻ കൈലാസനാഥനെ ഒരിക്കലും വിശ്വസിക്കാത്തവളായിരുന്നു. പക്ഷേ എന്നെ ഒരു തവണ 95-ൽ പോയി. അതിൻ്റെ ശേഷം എനിക്ക് എന്താ അറിയില്ല, കൈലാസനാഥനോടൊരു സ്നേഹം വന്നു. നമസ്കാരം. കൈലാസ തീർത്ഥത്തിൻ്റെ 16-ാം അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ കൈലാസ പരിക്രമണം വിജയകരമായി പൂർത്തിയാക്കി ഞങ്ങൾ സാഗയിൽ തിരിച്ചെത്തിയതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. യാത്രയിലെ ചില യാത്രികരുടെ അനുഭവങ്ങളും നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇനി സാഗയിൽ നിന്നും തിരികെ നാട്ടിലേക്കുള്ള യാത്രയാണ്. സാഗയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷം കൈലാസത്തിൽ വെച്ച് ചൈനീസ് പോലീസ് പിടിച്ചെടുത്ത ഞങ്ങളുടെ ക്യാമറകളും സർവ്വ റെക്കോർഡിംഗ് ഉപകരണങ്ങളും ദൃശ്യങ്ങളും യാതൊരു കേടുപാടുകളും കൂടാതെ സുരക്ഷിതമായി തന്നെ ഞങ്ങൾക്ക് തിരികെ ലഭിച്ചു എന്നുള്ളതാണ്. ദിവസങ്ങളോളം ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെയും അധ്വാനത്തിൻ്റെയും ഫലമായ ആ ദൃശ്യങ്ങൾ കൈകളിൽ ഭദ്രമായി തിരിച്ചു കിട്ടിയപ്പോൾ പ്രപഞ്ചനാഥൻ ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ സാഗയിലെ ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ കെറോങ്ങിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പരിക്രമണം പൂർത്തിയാക്കി തിരികെ പോകുന്ന ഈ യാത്ര വളരെ ശാന്തവും തികച്ചും ആശ്വാസകരവുമായിരുന്നു എന്ന് പറയാം. മുൻപത്തെ യാത്രകളെ പോലെ ആൾട്ടിറ്റ്യൂഡ് സിക്നസിൻ്റെയോ വഴിയിലെ തടസ്സങ്ങളുടെയോ ശ്വാസമുട്ടലിൻ്റെയോ ഭയമൊന്നും ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. മനസ്സിൽ കൈലാസത്തിൽ നിന്നും ലഭിച്ച ആയിരക്കണക്കിന് ദിവ്യമായ ഓർമ്മകൾ തിരമാലകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായി വന്നടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. വഴിയിലുടനീളം ഹിമാലയൻ താഴ്വരകളുടെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നത്. ടിബറ്റൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന വിശുദ്ധമായ ബ്രഹ്മപുത്ര നദി ഉൾപ്പെടെയുള്ള അനേകം പുണ്യനദികൾ മുറിച്ചു കടന്നാണ് ഞങ്ങളുടെ വണ്ടി മുന്നോട്ട് നീങ്ങിയത്. പാതയോരങ്ങളിൽ നിർത്തി ഹിമാലയൻ വായു ശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചത്. കൂടെയുണ്ടായിരുന്ന ഓരോ തീർത്ഥാടകന്റെയും മുഖത്തേക്ക് നോക്കുമ്പോൾ ദിവസങ്ങൾക്ക് മുൻപ് ഈ യാത്ര തുടങ്ങുമ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്ന ആശങ്കയും ഭയവും എല്ലാം മാറി പകരം ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിച്ചതിൻ്റെ വലിയൊരു പ്രകാശവും ആത്മീയ നിർവൃതിയുമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. മനോഹരമായ കാഴ്ചകൾ കണ്ട് വൈകുന്നേരത്തോടെ ഞങ്ങൾ കെറോങ്ങിലെ എത്തിച്ചേരുകയായിരുന്നു. അതിർത്തി കടക്കുന്നതിന് മുൻപുള്ള ചൈനീസ് അതിർത്തിയിലെ ഞങ്ങളുടെ അവസാന താവളമായിരുന്നു കെറോങ് കൗണ്ടി. അവിടെ ഹോട്ടലിൽ മുറികളെടുത്ത് യാത്രാക്ഷീണം മാറ്റിയതിനു ശേഷം വൈകുന്നേരത്തോടെ ഞങ്ങൾ എല്ലാവരും ഹോട്ടലിൻ്റെ ഹാളിൽ ഒന്നിച്ച് ഒത്തുകൂടി. സന്തോഷവും വൈകാരികതയും നിറഞ്ഞ ചെറിയൊരു അനുഭവം പങ്കുവയ്ക്കൽ സെക്ഷനായിരുന്നു അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ രാത്രിയിൽ ഒപ്പമുണ്ടായിരുന്ന ഓരോരുത്തരും തങ്ങളുടെ കൈലാസ യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. ജീവിതത്തിൽ അവർ നേരിട്ട പ്രതിസന്ധികളും കൈലാസത്തിൽ എത്തിയപ്പോൾ ലഭിച്ച ആത്മീയ അനുഭവങ്ങളും യാത്രയിലുടനീളം ലഭിച്ച ദിവ്യമായ അത്ഭുതങ്ങളും ശാരീരിക തളർച്ചകളിൽ പരസ്പരം താങ്ങായി നിന്ന നിമിഷങ്ങളുമെല്ലാം അവർ വികാരഭരിതമായി തുറന്നു പറഞ്ഞു. പലരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ടും ഭക്തി കൊണ്ടും നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സംസ്കാരങ്ങളിൽ നിന്നും വന്ന മനുഷ്യരെല്ലാം ആ നിമിഷത്തിൽ കൈലാസനാഥന്റെ തണലിൽ ഒന്നായി മാറിയിരുന്നു എന്ന് പറയാം.
വലിയൊരു കുടുംബത്തെ പോലെ ആ രാത്രി ഞങ്ങൾ ചിലവഴിച്ച ശേഷം വിശ്രമത്തിനായി ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നേപ്പാൾ ബോർഡർ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഇത്രയും ദിവസത്തെ ഞങ്ങളുടെ കൈലാസ യാത്രയിൽ ടിബറ്റിലെ വിസ്തൃതവും അപകടകരവുമായ മൺപാതകളിലൂടെയും കഠിനമായ മലനിരകളിലൂടെയും ഞങ്ങളെ സുരക്ഷിതരായി കൊണ്ടുപോയ ഞങ്ങളുടെ ചൈനീസ് ഡ്രൈവർമാർക്ക് ഞങ്ങൾ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുകയും വിട നൽകുകയും ചെയ്തു. തുടർന്ന് ചൈനീസ് ഇമിഗ്രേഷൻ ഓഫീസിലെ കടുത്ത സുരക്ഷാ പരിശോധനകളും നടപടികളും പൂർത്തിയാക്കി അതിർത്തിയിലെ ചരിത്രപ്രസിദ്ധമായ ബെയ്ലി പാലത്തിലൂടെ കാൽനടയായി കടന്ന് ഞങ്ങൾ നേപ്പാളിലേക്ക് പ്രവേശിച്ചു. ആ പാലം മുറിച്ചു കടന്നതോടുകൂടി ടൈം സോൺ മാറി, റോഡുകളുടെ ഘടന മാറി, സംവിധാനങ്ങൾ മാറി എന്നെല്ലാം പറയാം. സാവധാനം ഞങ്ങൾ സാധാരണ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ആ നിമിഷത്തിൽ. കൈലാസത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്നും വിട്ടുപോരുന്നതിന് ചെറിയൊരു വിങ്ങൽ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന ആശ്വാസവും കൂടെയുണ്ടായിരുന്നു. എന്നാൽ നേപ്പാളിലെ ഗെറോങ് അതിർത്തിയിൽ വെച്ച് ഞങ്ങളെ വലിയൊരു സന്തോഷം കൂടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ യാത്ര ചെയ്തു തുടങ്ങിയതെങ്കിലും അവസാന നിമിഷം വിസ സാങ്കേതികമായി റദ്ദായതോടുകൂടി ഞങ്ങളോടൊപ്പം കൈലാസത്തിലേക്ക് വരാൻ സാധിക്കാതെ അതിർത്തിയിൽ തങ്ങേണ്ടി വന്ന ഞങ്ങളുടെ 3 പ്രിയപ്പെട്ട യാത്രികരെ ഞങ്ങൾ അവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടി. അതെ, ചൈനീസ് വിസയ്ക്ക് അപ്രതീക്ഷിതമായി റദ്ദാക്കപ്പെടാനുള്ള ഇത്തരം ചില വലിയ പ്രതിസന്ധികളുണ്ട് എന്ന് പറയാം. വലിയ സ്വപ്നത്തോടെ വന്ന് അവസാന നിമിഷം വിസ റദ്ദായി മാറ്റി നിർത്തപ്പെടുമ്പോൾ അവർ അനുഭവിച്ച സങ്കടം ഞങ്ങൾ നേരിട്ട് കണ്ടതായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷവും അത്ഭുതവും നൽകിയ കാര്യം വിസ റദ്ദായി മാറ്റി നിർത്തപ്പെട്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് വിസ ലഭിക്കുകയും കൈലാസത്തിൽ പോയി പരിക്രമണം വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ്. തുടർന്ന് അതിർത്തിയിൽ നിന്നും കാഠ്മണ്ഡുവിലെ ഹോട്ടലിലേക്ക് പോകാനായി ഞങ്ങൾ ബസ്സിലേക്ക് പ്രവേശിച്ചു. ചൈനയിലെ മികച്ച റോഡുകളിൽ നിന്നും നേപ്പാളിലെ റോഡരികിലേക്ക് എത്തിയപ്പോൾ യാത്രയുടെ സ്വഭാവം ആകെ മാറി എന്ന് പറയാം. അതിർത്തിയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്കുള്ള റോഡുകൾ അതീവ പ്രയാസമേറിയതും മോശവുമായിരുന്നു. കഠിനമായ കുഴികളും പാറക്കെട്ടുകളും ഹിമാലയൻ കുന്നിടിച്ചിലുകളും നിറഞ്ഞ ആ പാതയിലൂടെയുള്ള യാത്ര ഞങ്ങളെ ശാരീരികമായി പൂർണ്ണമായും തളർത്തിക്കളഞ്ഞതാണ്. ദിവസങ്ങളുടെ കാൽനട യാത്ര കഴിഞ്ഞു വന്ന ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ആ കുലുക്കവും കഠിന യാത്രയും വലിയൊരു പരീക്ഷണമായി മാറുകയായിരുന്നു. അതിനിഷിദ്ധമായ യാത്രാക്ഷീണത്തോടുകൂടി അർദ്ധരാത്രിയോടെയാണ് ഞങ്ങൾ കാഠ്മണ്ഡുവിലെ ഹോട്ടലിൽ എത്തിച്ചേർന്നത്. പിറ്റേന്ന് രാവിലെ മുതൽ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്കും ഡൽഹിയിലേക്കും തുടർന്ന് കേരളത്തിലേക്കും എല്ലാവർക്കും വ്യത്യസ്ത സമയങ്ങളിലായിരുന്നു ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ ഞങ്ങൾ കഴിച്ച അത്താഴം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു കഴിച്ച അവസാനത്തെ അത്താഴമായിരുന്നു എന്ന് പറയാം. മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ വലിയൊരു നിശബ്ദതയും വിങ്ങലും പടർന്നിരുന്നു. എന്നിരുന്നാലും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ യാത്രയിൽ ഞങ്ങൾക്ക് താങ്ങും തണലുമായി സ്നേഹവും ഭക്ഷണവും എല്ലാം തന്ന് ഞങ്ങളെ ചേർത്തു പിടിച്ച ഞങ്ങളുടെ ഷെർപ്പകൾക്ക് ഞങ്ങൾ ഒരു കുഞ്ഞു ഉപഹാരവും നൽകി. അങ്ങനെ 15 ദിവസത്തെ കഠിനാധ്വാനം ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്ന ദിവസമാണ്. നമ്മുടെ ഇത്തവണത്തെ യാത്ര വളരെയധികം ആൾക്കാരുണ്ടായിരുന്ന ഒരു ബാച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ഭഗവാൻ അനുഗ്രഹം തന്നു എന്നാണ് കാണുന്നത്. നമ്മുടെ 89ഓളം പേര് അവിടെ എത്തിയിട്ട് ആ 89ൽ 74 പേർക്കും പൂർണ്ണമായി പരിക്രമണം ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി എല്ലാവർക്കും തന്നെ കൈലാസത്തിൻ്റെ 3 മുഖങ്ങളും ഒരു മേഘത്തിൻ്റെയോ അല്ലെങ്കിൽ മൂടൽമഞ്ഞിൻ്റെയോ മറയില്ലാതെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന രീതിയിൽ ആ യാത്ര ചെയ്യാൻ നമുക്ക് സാധിച്ചു.
ആർക്കും തന്നെ കാര്യമായ പരിക്കുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒന്നും ഉണ്ടായില്ല. നമുക്ക് സാഗയിൽ നമ്മൾ തിരഞ്ഞെടുത്ത പോലെ പ്രകാരമുള്ള അഡീഷണൽ അക്ലമറ്റൈസേഷൻ ഡേ അത് ശരിക്കും ഫലം കണ്ടു. മാനസരോവറിൽ എത്തുമ്പോഴേക്കൊക്കെ നമ്മുടെ എല്ലാ ആൾക്കാരും തന്നെ വളരെയധികം ആരോഗ്യം വീണ്ടെടുത്തിരുന്നു. അവർക്ക് ആ യാത്രയെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിച്ചു. വളരെ തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ കൃത്യമായ ദർശനം നമുക്ക് അഷ്ടപതിൽ കിട്ടി. നന്ദിയെ കണ്ട് തൊഴാൻ സാധിച്ചു. പിന്നീട് യമദ്വാറിൽ വന്ന് നമ്മൾ യാത്ര ചെയ്തു. തണുപ്പുണ്ടായിരുന്നെങ്കിൽ പോലും മഞ്ഞ് പെയ്യുകയോ അല്ലെങ്കിൽ മഴ പെയ്യുകയോ ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ യാത്രയ്ക്ക് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ നമുക്ക് കിട്ടിയ ആൾക്കാരൊക്കെ തന്നെ വളരെയധികം സഹകരിക്കുന്ന ആൾക്കാരായിരുന്നു. ഗൈഡുകളാവട്ടെ, പോട്ടർമാരാവട്ടെ, കുതിരക്കാരാവട്ടെ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നല്ല തിരക്കായിരുന്നു കൈലാസത്തിൽ. നമ്മൾ ഒരിക്കലും കൈലാസത്തിൽ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല. കൈലാസത്തിൻ്റെ മുമ്പിലോ ഡോൾമ പാസിലൊക്കെ നമ്മളൊക്കെ സാധാരണ പോകുമ്പോൾ നമ്മളെ കൂടാതെ 4-5 പേരൊക്കെയാണ് ഡോൾമ പാസിലൊക്കെ കാണാറുള്ളത്. ഇത് വളരെ ഒരു സാധാരണ നമ്മൾ തിരക്ക് പിടിച്ചൊരു ക്ഷേത്രത്തിൽ കാണുന്ന അത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. കൂടുതലും സെൻ ബുദ്ധിസം, ടിബറ്റൻ ബുദ്ധിസക്കാരായിരുന്നു സാഗാദവ ഫെസ്റ്റിവൽ പ്രമാണിച്ച്. അപ്പോൾ നമ്മളെ ആൾക്കാർ യോഗത്തിന് ശേഷം നമ്മുടെ യാത്രയ്ക്ക് ശേഷം നടത്തിയൊരു സമ്മറി മീറ്റിങ്ങിൽ പലരും എടുത്തു പറഞ്ഞൊരു സംഭവം എന്താണെന്നുണ്ടെങ്കിൽ, അവനവൻ്റെ ശാരീരികമായ ദൗർബല്യങ്ങളും ചെറിയ പരിക്കുകളൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്ന പലരും ആ യാത്രക്കിടയിൽ നമസ്കാര പ്രദക്ഷിണം നടത്തി പോകുന്ന ടിബറ്റൻ ഭക്തരെ കണ്ടപ്പോൾ അംഗവൈകല്യം വന്നിട്ടുള്ള ആൾക്കാർ പോലുണ്ട്. ഒരു കാലില്ലാത്തവരുണ്ട്, ഒരു കൈയില്ലാത്തവരുണ്ട്, 2 കാലും ഇല്ലാത്ത ഒരാൾ പരിക്രമണം നടത്തുന്നത്, അതും നമസ്കാര പ്രദക്ഷിണം നടത്തുന്നത്, വടി വെച്ചുകൊണ്ട് നമസ്കാര പ്രദക്ഷിണം നടത്തുന്ന കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ ഭക്തിയുടെ അളവ് കാണുമ്പോൾ, ആഴം കാണുമ്പോൾ, അവരൊക്കെ ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരു അർപ്പണ ബോധം കാണുമ്പോൾ നമ്മളിൽ പലരും ചെറിയ വേദനകളും പരിക്കുകളൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർക്കൊക്കെ അത് മറക്കാനും അവിടെ നിന്ന് അങ്ങോട്ട് ആ ഭഗവാനിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ച യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു അനുഭവം പറയണ്ടേ. അത് വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ 1-2 പേരെങ്കിലും ആ മീറ്റിങ്ങിൽ പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഭഗവാനിലേക്കുള്ള എത്താനുള്ള വഴി ഇതാണ്. ദേഹം മാത്രമല്ല നമ്മളെന്നുള്ള തിരിച്ചറിവിലേക്ക് വരിക. ആ ദേഹത്തിനെ പറ്റി ഒരുപാട് വ്യാകുലതകളും അല്ലെങ്കിൽ ആശങ്കകളും എപ്പോഴും ചിന്തിച്ചിരിക്കുന്നതിന് പകരം എൻ്റെ ഈ ദേഹം കൊണ്ട് എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു അർപ്പണബോധം വന്നാൽ ദേഹത്തിൻ്റെ ബലഹീനതകൾ പലരും ഉണ്ട്. ഇപ്പോൾ നമ്മളവിടെ കൈലാസയാത്രയ്ക്ക് വിളിക്കുന്ന പലരും ഉണ്ട്, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. കാരണം നിങ്ങളുടെ മനസ്സുകൊണ്ട് ഭഗവാനോട് സംസാരിക്കുക, അദ്ദേഹം പറ്റുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും എന്ന് പറയാം. അപ്പം ഇത് അർപ്പണബോധത്തിൻ്റെയാണ്, ഭക്തിയുടെ മാർഗ്ഗമാണ്. അതുകൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ശാരീരികമായ ഔഷധങ്ങൾ മാറ്റി വെച്ച് നമുക്ക് പരിഗണന ചെയ്യും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാനോട് പൂർണ്ണമായും നന്ദി പറയാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ചാരിതാർത്ഥ്യം തരുന്ന സഫലമായൊരു യാത്ര നമുക്ക് ഇത്തവണ ആദ്യത്തെ ബാച്ചിൽ കിട്ടി. കൈലാസം പോലൊരു പുണ്യഭൂമിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ തീർത്ഥയാത്രയിൽ നമുക്കൊപ്പം എത്തുന്നത് നമ്മുടെ പൂർവ്വജന്മ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് പറയാറുണ്ട്. അത് എത്രത്തോളം സത്യമാണ് എന്ന് ഈ യാത്രയിലെ ഓരോ ദിവസവും ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ്. ഇന്ത്യയിലെ വിവിധ കോണുകളിൽ നിന്നും വന്ന പല വയസ്സുള്ള, പല ഭാഷകൾ സംസാരിക്കുന്ന ആ മനുഷ്യർക്ക് ഞങ്ങൾ വെറും ഒരു സഹയാത്രികർ മാത്രമായിരുന്നില്ല. അവർ ഞങ്ങളുടെ സ്വന്തം കുടുംബമായി മാറുകയായിരുന്നു. യാത്രയിലുടനീളം ഷൂട്ടിങ്ങും ജോലിയും ചെയ്യേണ്ടിയിരുന്ന ഞങ്ങൾക്ക് അവർ നൽകിയ കരുതലും സ്നേഹത്തോടെയുള്ള പിന്തുണയും തളർന്നുപോയ നിമിഷങ്ങളിൽ തന്ന ഊർജവും വാക്കുകൾ കൊണ്ട് ഒരിക്കലും വിവരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഷൂട്ടിംഗ് ഉപകരണങ്ങൾ ചുമക്കാൻ സഹായിച്ചും തണുപ്പിൽ ചൂടുവെള്ളവും ഭക്ഷണവും തന്നും ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകി അവർ എപ്പോഴും ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ ഭാരതത്തിലുടനീളം ഞങ്ങൾക്ക് സ്വന്തമായ അനേകം കുടുംബങ്ങളെ ലഭിച്ചു എന്ന വലിയൊരു ആത്മീയ അനുഭൂതിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവരോട് വിട പറഞ്ഞത്. അവർ നൽകിയ അതിരറ്റ സ്നേഹത്തിനും സഹകരണത്തിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നുള്ളതാണ്. ഈ യാത്രയിൽ എടുത്തു പറയേണ്ട 2 പേരുണ്ട്. ഒന്ന് 27 തവണ കൈലാസ പരിക്രമണത്തിനെത്തിയ രാജലക്ഷ്മി ദീദി. ദീദിക്ക് വീടാണ് കൈലാസം എന്ന് പറയാം. ശിവപാർവതിമാർ അച്ഛനമ്മമാരാണ്. ഈ യാത്രയിൽ ഓരോ ദിവസവും ഓടി നടന്ന് ഞങ്ങൾക്ക് ഊർജം തന്ന ആളാണ് ദീദി. സാഗയിൽ ഞങ്ങൾ എല്ലാവരും വീണു പോയപ്പോഴും എല്ലാ മുറികളിലേക്കും എത്തി വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ ദീദി ഒപ്പമുണ്ടായിരുന്നു. ദീദിയുടെ അനുഭവ സമ്പത്ത് ഈ യാത്രയിൽ ഞങ്ങൾക്ക് തന്ന ഊർജം ഒരിക്കലും ചെറുതല്ല. നമ്മുടെ ഇത്തവണത്തെ യാത്രയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയെ പറ്റി നമുക്ക് പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. ആ വ്യക്തി എന്ന് പറയുന്നത് രാജലക്ഷ്മി ചേച്ചിയാണ്. രാജലക്ഷ്മി ചേച്ചിനെ പലർക്കും അറിയാം. 27ാമത്തെ തവണത്തെ കൈലാസയാത്ര പൂർത്തീകരിച്ച ആളാണ്.
അപ്പോൾ 27 തവണ ഭഗവാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഉണ്ട്. കാരണം വെച്ചാൽ അത് സാധാരണ മനുഷ്യർക്ക് സാധ്യമാവുന്ന ഒരു സംഭവമല്ല. നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. 27 വർഷം ഒരു നിഷ്ഠ പോലെ, നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ കൈലാസം 27 തവണ പോകാന്ന് പറയുന്നത് ഒരു നിഷ്ഠ പോലെ നടക്കുകയാണ്. ചേച്ചിക്കിപ്പോൾ പ്രായോഗികമായിട്ടുണ്ട്, പക്ഷെ ചേച്ചിയാണ് ആ സംഘത്തിലെ ഏറ്റവും ചുറുചുറുക്കുള്ള ആൾ, ഏറ്റവും ചുറുചുറുക്ക്, ഏറ്റവും കാലത്ത് നിൽക്കുന്ന ചേച്ചിയാണ്. സാഗയിലൊക്കെ എത്തുന്ന സമയത്ത് ചേച്ചിക്കിടെ ആ ഒരു എക്സ്പീരിയൻസ്, ആ അനുഭവ പരിചയം നമ്മൾ ശരിക്കും അനുഭവപ്പെടുന്നത് ആരൊക്കെയാണോ കടുപ്പിലുള്ളത് അവരുടെ അടുത്തൊക്കെ കഞ്ഞി പാത്രം കൊണ്ടുപോയി കഞ്ഞി വെപ്പിച്ച്, കാരണം മലയാളികൾക്ക് അസുഖം വന്നാൽ കഞ്ഞിനേക്കാൾ പ്രധാനപ്പെട്ട ഭക്ഷണമല്ല, കഞ്ഞി വെപ്പിച്ച് ആ കഞ്ഞി പാത്രത്തിൽ കൊണ്ടുപോയി നിർബന്ധിച്ച് ചീത്ത പറഞ്ഞ് കുട്ടിയെ സ്നേഹത്തോടെ ലാളിച്ച് എങ്ങനെയാണോ ഒരാളെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ കഴിപ്പിച്ച് മരുന്നുകൾ കൊടുത്ത് രാത്രി മുഴുവൻ. ഇപ്പോൾ നമ്മൾ ചേച്ചി യാത്രികയായിട്ട് വന്നതാണ്, പക്ഷെ ചേച്ചി യാത്രിക ആവില്ല, ചേച്ചി സംഘാടകയാണ് ശരിക്കും. അപ്പോൾ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ഒരു രാത്രി ഓടി നടക്കുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഓടി നടന്നിരുന്നു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ യാത്രയെ സംബന്ധിച്ച് ഒരു സംശയമില്ല എന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്ത് പോവോ ഡോൾമേ പോവോ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ചേച്ചിക്കില്ല. കാരണം 27 തവണത്തെ യാത്ര കഴിയുമ്പോൾ ചേച്ചിയും ഭഗവാനും തമ്മിലൊരു താതാത്മ്യം വന്നു കഴിയും. ആര് ഭഗവാൻ ആര് ഭക്ത എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ചേച്ചി വളർന്നു കഴിഞ്ഞു. അപ്പോൾ ചേച്ചി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമുക്ക് വലിയൊരു ശക്തിയായിരുന്നു. പല സ്ഥലത്തും നമ്മുടെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം, പഴയ അനുഭവങ്ങൾ അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ചിലയിടത്തൊക്കെ അയ്യോ ഇത് ഇത്ര സൗകര്യം ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന സ്ഥലങ്ങളിൽ ചേച്ചിയുടെ എക്സ്പീരിയൻസുകൾ പറയുന്നതോടുകൂടി തന്നെ ഇപ്പൊക്കെ കിട്ടുന്ന സൗകര്യങ്ങൾ സ്വർഗ്ഗമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ മാറിയതും നമ്മൾ കണ്ടു. അപ്പോൾ ചേച്ചി ഈ യാത്രയിൽ നമ്മുടെ ഏറ്റവും വലിയ വഴികാട്ടിയായിരുന്നു, ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു. ഞാൻ ഇപ്പോൾ ഇന്ന് തിരിച്ചു വന്നേ ഉള്ളൂ കൈലാഷ് യാത്ര കംപ്ലീറ്റ് ചെയ്തിട്ട്. എൻ്റെ ഇത് 27ാമത്തെ തവണയാണ് ഞാൻ കൈലാസത്ത് പോകുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് ട്രിപ്പ് ഓഫ് മൈ ഓൾ ലൈഫ്. ഭയങ്കര നല്ല ട്രിപ്പായിരുന്നു. ആൻഡ് അറേഞ്ച്മെൻ്റ് എല്ലാം നന്നായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഓഫ് ആൾ കൈലാസനാഥൻ ഇത്രയും നല്ല ദർശനം ഇതുവരെയും തന്നിട്ടില്ല. 4 സൈഡിൽ നിന്നും ഞങ്ങൾക്ക് നല്ല ദർശനം കിട്ടി. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് എക്സലൻറ്റ് ഗ്രൂപ്പ്. ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഞാൻ സന്തോഷമായിട്ട് ഇവിടെ എത്തി. എൻ്റെ ഈ യാത്ര തുടങ്ങിയത് 1995 കൈലാസ് യാത്ര. ഞാൻ കൈലാസനാഥനെ ഒരിക്കലും വിശ്വസിക്കാത്തവളായിരുന്നു. പക്ഷേ എന്നെ ഒരു തവണ 95 പോയി. അതിൻ്റെ ശേഷം എനിക്ക് എന്താ അറിയില്ല, കൈലാസനാഥനോടൊരു സ്നേഹം വന്നു. അതിനുശേഷം ഞാൻ കൊല്ലത്തിൽ 2 തവണ പോകാൻ തുടങ്ങി. ഒരു തവണ പോവും ഗവൺമെൻറ് ടൂറിൽ, ഒരു തവണ പോവും ഇന്ത്യൻ ടൂറിൽ, പ്രൈവറ്റ് ടൂറിൽ. അങ്ങനെ എൻ്റെ യാത്ര തുടർന്നു വന്നു. ഇന്ന് വരെയും അത് എൻ്റെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു. അത് അന്നത്തെ 2011 2012 ഉണ്ടായിരുന്നു. എനിക്ക് ഡേറ്റ് അത്ര ഇയർ അത്ര ഓർമ്മയില്ല. അത് 12 തവണ പോയതിൻ്റെ ബരാബറായിരുന്നു. ഇപ്പോൾ ഇതും 13 തവണ. എന്താ കാരണം എന്ന് വെച്ചാൽ സാഗ ഫെസ്റ്റിവലാണ് കൈലാസത്തിൽ. അതും പിന്നെ ഒരു 13 തവണയ്ക്ക് ബരാബറാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 54 56 ആയി എൻ്റെ. പക്ഷേ ഞാൻ ഗിനത്തിയിലേക്കല്ല പോണത്. എന്താ അറിയില്ല, ഇനിയിപ്പോൾ അടുത്ത കൊല്ലവും പോകണം. ഭഗവാൻ വിളിച്ചാൽ ഞാൻ അടുത്ത കൊല്ലം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദീദിക്ക് എന്താണ് കൈലാസനാഥൻ കൂടി പറയാമോ? ഭഗവാനോടുള്ള സ്നേഹം എങ്ങനെയാണ്? എനിക്ക് കൈലാസനാഥനോട് ഒരിക്കലും സ്നേഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാനൊരു കറുത്ത പാറയായിട്ടേ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ആ 95 ഞാൻ പോയി ആ കൈലാസത്തിൽ നിന്ന് ഡേരാപൂക്ക് എന്നുള്ളൊരു ഇതുണ്ട് കാഴ്ച. ആ കാഴ്ച കണ്ടതും എന്താ അറിയില്ല, എന്തോ ഒരു ആകർഷണം ആ ഭഗവാനോട് എനിക്ക് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു. നേരെ പ്രൈവറ്റ് ടൂറിൽ പിന്നെ പോയി. കാരണം എനിക്ക് മനസ്സ് നിറഞ്ഞിരുന്നില്ല. അത് കാരണം പിന്നെ ഞാൻ 2ാമതും പോയി. നല്ല അതിൻ്റെ പക്ഷേ ഞാൻ ഭഗവാന്റെ ഈ ഒരു ഇതിൽ ഞാൻ ഒന്നേ ആലോചിക്കുന്നുള്ളൂ, നമ്മളെത്ര നഫ്രത്ത് ചെയ്യണോ ഭഗവാൻ അത്രത്തോളം നമ്മളെ സ്നേഹത്തിൽ വളച്ചെടുക്കും. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ പോണു. എന്നോട് ചോദിച്ചാൽ എന്താ അവിടെ കിട്ടുന്നത് ചോദിച്ചാൽ എനിക്കെല്ലാം കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ കൈലാസനാഥനെ ഇനി മരിക്കുന്നവരെ വിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
അതുപോലെ തന്നെയാണ് നിർമ്മല ചേച്ചി. തൻ്റെ 72-ാം വയസ്സിൽ കൈലാസ സന്നിധിയിലേക്ക് എത്താൻ ഭാഗ്യം ലഭിച്ച പുണ്യജന്മം. 70 വയസ്സുവരെയാണ് പ്രായപരിധിയെങ്കിലും ഭഗവാൻ ആഗ്രഹിച്ചാൽ എത്താതെ ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓം നമഃ ശിവായ. ഞാൻ നിർമ്മല വേണുഗോപാൽ, മുംബൈ സെറ്റിൽഡാണ്, നാട് തൃശ്ശൂർ. പിന്നെ ഞാൻ കുറേ സഞ്ചാരം ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേങ്കിൽ കൈലാസയാത്ര എനിക്കിത് ആദ്യമായിട്ടാണ്, ഒരു മഹാ അനുഗ്രഹമായിട്ട് ഞാനിതിനെ കാണുന്നു. അതുപോലെ തന്നെ പ്രദർശനമൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. ആരോഗ്യകരമായിട്ട് വളരെ ഭഗവാൻ സഹായിച്ചു. പിന്നെ തുടരെ നാമം ചൊല്ലി ഭഗവാനെ സ്മരിച്ച് നടന്നു. എങ്ങനെയോ എത്തിപ്പെട്ടു, ഒരു പ്രശ്നവും കൂടാതെ. പൂർവ്വ പിതാക്കളുടെ അനുഗ്രഹം, അതുപോലെ തന്നെ മുൻജന്മ സുഹൃതം കൊണ്ടായിരിക്കാം കൈലാസ ദർശനം, ഭഗവാനെ ദർശിക്കാനും പോകാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായത്. അത് മഹാഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. പിന്നെ ജനൻ ടി വിയുടെ ശില്പിയാണേലും പിന്നെ അതുപോലെ തന്നെ വിഷ്ണു, അവരുടെയൊക്കെ വളരെ എന്താ പറയുക സ്നേഹം ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നുണ്ട്. പിന്നെ തീർത്ഥയാത്രയുടെ അംഗങ്ങൾ, അതായത് അവരുടെയും എല്ലാവിധ സഹകരണവും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ യാത്ര വളരെ എന്താ പറയുക നന്നായിട്ട് ഞങ്ങൾക്ക് അവസാനിപ്പിക്കാനും ഭഗവാനെ ദർശിച്ച് വരാനും ഒക്കെ സാധിച്ചു. അത് വളരെ മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ശംഭോ മഹാദേവ. നമ്മൾ നിർമ്മല ചേച്ചി എന്ന് വിളിക്കുന്ന നിർമ്മല വേണുഗോപാൽ, എനിക്ക് തോന്നുന്നു തീർത്ഥയാത്രയുടെ കൂടെ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്തിട്ടുള്ള ഒരാൾ നിർമ്മല ചേച്ചിയാണ്. എല്ലാ യാത്രകളിലും പങ്കെടുക്കുന്ന ഒരാളാണ്. ശാരദാം തന്നെ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ചേച്ചിയുടെ പ്രായത്തിനെ അപേക്ഷിച്ച് നല്ല കായികക്ഷമതയുള്ള ഒരാളാണ്. അടിയുറച്ച വിശ്വാസമാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്ന അടിയുറച്ച വിശ്വാസം, ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം. പിന്നെ ഒരു ആധ്യാത്മിക ജീവി എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ അങ്ങനെയാണ് പറയാറ് ശരിക്കും, ഒരു സ്പിരിച്വൽ ബീയിങ്. അപ്പോൾ ചേച്ചി കഴിഞ്ഞ വർഷം എനിക്ക് നേപ്പാളിൽ നിന്നും ചൈനയിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് 70-നും 75-നും ഇടയ്ക്ക് പ്രായമുള്ള ആൾക്കാർക്ക് സ്പെഷ്യൽ മെഡിക്കൽ ടെസ്റ്റ് പാസ്സാവുകയാണെങ്കിൽ അത് ചേച്ചി എന്തായാലും പാസ്സാവും. ചേച്ചിയുടെ കായികക്ഷമത നല്ലതാണ്. $1000 ഒരു പ്രത്യേക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ചേച്ചിയോടും ചേച്ചിയുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരോടും വിവരം കൊടുത്തതിനനുസരിച്ച് അവർ യാത്രയ്ക്ക് തയ്യാറായിരുന്നു. പക്ഷെ അവസാന നിമിഷം വന്ന സർക്കുലറിൽ ഒരു കാരണവശാലും 70-നപ്പുറത്തുള്ളവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് പറയാം. അപ്പോൾ ഞാനൊരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ചേച്ചിയോട് പറഞ്ഞത് തന്നെ. എനിക്കത് വളരെ വിഷമമായിട്ട് തോന്നി. ചേച്ചിയുടെ മനസ്സിൽ പ്രതീക്ഷിച്ചതിന് ശേഷം ചേച്ചിക്ക് പോകാൻ പറ്റാതെ വരിക എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷമമായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഇത്തവണ വന്നപ്പോൾ ഞാൻ ചേച്ചിയോട് ആദ്യമേ തന്നെ പറഞ്ഞു, ചേച്ചി ഇത്തവണയും സർക്കുലറിൽ 70-നും 75-നും ഇടയ്ക്കുള്ള ഒരു അലോട്ട്മെൻറ്റ് തന്നിട്ടില്ല, പക്ഷേ ചില സ്പെഷ്യൽ കണ്ടീഷൻസ് അനുവദിക്കാമെന്ന് ചർച്ചയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്രത്യേക രീതിയിൽ ചേച്ചിയുടെ ആപ്ലിക്കേഷൻ ഈ വർഷം മെയ് ബാച്ചിലേക്ക് ഇടാണ്. കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞ തവണത്തെ പോലെ ചേച്ചി ഒരു പ്രതീക്ഷയും വയ്ക്കരുത്. അപ്പോൾ പെർമിറ്റ് വരുന്ന ദിവസം വരെ എനിക്കും പ്രതീക്ഷയില്ല. ഞാൻ ചേച്ചിയുടെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, പെർമിറ്റ് അപേക്ഷ വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനമായിട്ട് ഏകദേശം അവസാനത്തെ പേജിൽ 90-ാം നമ്പറായിട്ടാണ് ചേച്ചിയുടെ പെർമിറ്റ് വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു, ചേച്ചിയാണെങ്കിൽ മനസ്സും കൊണ്ട് എന്നും ഭഗവാന്റെ അടുത്തുള്ള ഒരാളാണ്. ചേച്ചി ഇറങ്ങി പുറപ്പെട്ടു. ചേച്ചി നമ്മുടെ കൂടെ യാത്ര ചെയ്തു. ഒരു പ്രായത്തിൻ്റെ ഒരു ഏറ്റവും പ്രായമുള്ള ആളാണ് ബാച്ചിൽ എന്നുള്ളൊരു രീതിയിലല്ല ചേച്ചി യാത്ര ചെയ്തത്. അപ്പോൾ മെച്യൂരിറ്റി കൊണ്ട് ചേച്ചി ആയിരിക്കാം, പക്ഷേ ചേച്ചി എല്ലാവരുടെ കൂടെ ഇടപഴകിക്കൊണ്ട് യാത്ര ചെയ്തു. അതിമനോഹരമായിട്ട് യാത്ര കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് തീർത്ഥയാത്ര എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കൂടി കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കൊണ്ട് ഈ യാത്രകൾ ചെയ്യിപ്പിക്കുമ്പോൾ ആ യാത്ര അവർ പൂർത്തീകരിക്കുമ്പോൾ കിട്ടുന്ന അവരുടെ കണ്ണുകളിൽ കാണുന്ന ഒരു തിളക്കം, ഒരു കണ്ണീരിൻ്റെ തിളക്കം, ഒരു നന്ദിയുടെ തിളക്കം, ഒരു ചാരിതാർത്ഥത്തിൻ്റെ തിളക്കം, ഭഗവാനോടുള്ള നന്ദി പറച്ചിൽ, ഇതൊക്കെ കാണുന്നതാണ് തീർത്ഥയാത്ര സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിൽ നിന്ന് ആനന്ദം നൽകുന്ന സംഭവം. അതിൻ്റെ മറ്റു വശങ്ങളെല്ലാം മാറ്റിവെച്ചാലും ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ചേച്ചിയെ ഈ വർഷം കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഗ്രഹമാണ് ഭഗവാനിൽ നിന്ന് കിട്ടിയത്. ചൈനീസ് ഗവൺമെന്റ് ഇടക്കാലത്ത് കൊണ്ടുവന്ന 70 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ പ്രവേശനത്തിന് അനുമതി നൽകുന്ന ഒരു ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ഇല്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ വിസ ശരിയാവുകയും നിർമ്മല ചേച്ചിക്ക് ഞങ്ങൾക്കൊപ്പം വരാൻ സാധിക്കുകയും ചെയ്തു.
പ്രായം തളർത്താത്ത മനസ്സും ആരോഗ്യവുമാണ് നിർമ്മല ചേച്ചി. സ്നേഹം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിർമ്മല ചേച്ചി ചേർത്ത് പിടിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് തന്ന സന്തോഷം വാനോളമാണ്. അങ്ങനെ നേപ്പാളിലെ ആ രാത്രിക്ക് ശേഷം രാവിലെ ഓരോരുത്തരായി നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. കൈലാസ പരിക്രമണം ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് അവിടെ വെച്ച് സമ്മാനിക്കുകയുണ്ടായിരുന്നു. സാക്ഷാൽ കൈലാസ്നാഥന്റെ ദിവ്യമായ അനുഗ്രഹവും ജീവിതകാലം മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കാനുള്ള അവിസ്മരണീയമായ ഓർമ്മകളുമായാണ് നേപ്പാളിനോട് ഞങ്ങൾ വിട പറഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറിയത്. അങ്ങനെ സാക്ഷാൽ ശിവപാർവതിമാരുടെ സന്നിധാനമായ കൈലാസത്തിലേക്ക് ഞങ്ങൾ നടത്തിയ ഈ പവിത്രമായ മഹായാത്രയുടെ പ്രധാന അധ്യായങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. 16 അധ്യായങ്ങളിലൂടെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ കഠിനമായ പരീക്ഷണങ്ങളും പ്രകൃതിയുടെ അത്ഭുത കാഴ്ചകളും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ധന്യരാണ്. എന്നാൽ കൈലാസ തീർത്ഥം പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള അധ്യായങ്ങളിൽ ഞങ്ങളോടൊപ്പം ആ മഹായാത്രയിൽ പങ്കാളികളായ പ്രിയപ്പെട്ട സഹയാത്രികരുടെയും ഞങ്ങളെ വഴികാട്ടിയ വ്യക്തികളുടെയും അതിശയകരമായ അനുഭവങ്ങളും അഭിമുഖങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അതിലാദ്യമായി വരാൻ പോകുന്നത് ഒന്നല്ല രണ്ടല്ല, സാക്ഷാൽ കൈലാസ പർവ്വതത്തിന് ചുറ്റും 100-ലധികം പരിക്രമണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ടിബറ്റൻ ഗൈഡിന്റെ അവിശ്വസനീയമായ ആത്മീയ അനുഭവങ്ങളാണ്. കൈലാസത്തെ തൻ്റെ ഉള്ളം കൈയിലെ രേഖ പോലെ അറിയാവുന്ന ആ ഹിമാലയൻ പ്രതിഭ കണ്ട കാഴ്ചകളും അനുഭവിച്ചറിഞ്ഞ അത്ഭുതങ്ങളും അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം. നമസ്തേ.